അപ്പോൾ ഗായ്സ് ഇനി ഞാൻ ടുഡേ ഒരു ക്രഞ്ചി ആൻഡ് ഡെലിഷ്യസ് ചീസ് കേക്ക് ഉണ്ടാക്കാം. ഇൻഗ്രീഡിയൻസ് നമുക്ക് ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് 200 gram, പിന്നെ ഇതാണ് ബിസ്ക്കറ്റ്. ഇത് നമ്മൾ 200 gram. ഇതിനകത്ത് ടു മച്ച് ഗ്രാം ഉണ്ട്. എത്ര? അപ്പോൾ നമ്മൾ ഇനി നെക്സ്റ്റ് unsalted butter. The salted butter. Unsalted butter. Unsalted butter. ഇവിടെ chocolate eggs. ഇത് ക്രഞ്ചിനെസ് ഗ്രിവിയാണ്. Okay. ഇത് ഫോക്സിന്റെ ചോക്ലേറ്റ്. Soft cheese 400 gram. ഇത് നമ്മളെ 2 ചീസ്. ഇതാണ് നമ്മുടെ 4 grams. 400. Okay. Icing sugar. ഐസിങ് ഷുഗർ ഇതാണ് 150 gram. Vanilla essence 1 tablespoon. ഇതാണ് നമ്മളുടെ വാനില. Double cream 400 gram. ഇത് Double cream. ഡബിൾ ക്രീം യൂസ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ബട്ടർ മെൽറ്റ് ചെയ്യണം. ബട്ടർ നമുക്ക് മെൽറ്റ് ചെയ്യണം. അപ്പൊ വെള്ളമാവും. അപ്പൊ ഗായ്സ് ഇനി നമുക്ക് ഈ സാധനം വെച്ചിട്ട് ക്രഷ് ചെയ്യാം. ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ്സ് നമുക്കിനി സ്ലോലി ഇതിനകത്തിടാം. എനിക്കിത് വേറുണ്ടല്ലോ. എത്ര? 200 gram ഉണ്ട്. 200 gram. ഫുള്ള് കയറില്ല. ക്രഷ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കാം. അപ്പൊ ഗായ്സ് ഇനി നമ്മൾ അത് ക്രഷ് ആക്കി. ഇനി നമുക്ക് ഈ മെൽറ്റഡ് ബട്ടർ അതിനകത്ത് പോർ ചെയ്യാം. ഓക്കെ, എന്നിട്ട് അത് വീണ്ടും ഒന്ന് ക്രഷ് നമുക്ക് വീണ്ടും ക്രഷ് ചെയ്യാം. ഇനി നമ്മൾ ഈ സാധനം നമ്മൾ പേസ്റ്റ് ആക്കി. അപ്പൊ ഇനി നമ്മള് ഈ ട്രേ നമ്മൾ യൂസ് ചെയ്യാൻ പോകും. എനിക്ക് ബട്ടർ സാധനം ഇല്ലായിരുന്നു. അപ്പൊ നമ്മളെ മെൽറ്റഡ് ബട്ടർ യൂസ് ചെയ്തായിരുന്നു ഇവിടെ വെക്കാൻ. ഓക്കെ, അപ്പൊ ഞാൻ അതിനകത്തേക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് അപ്പൊ ഗായ്സ് ഇനി നമ്മളിത് ഫ്രീസറിൽ പോയിട്ട് ചില്ല് ചെയ്യാം. ഒരു ഇച്ചിരി ടു മച്ച് ബട്ടർ ആയ. അപ്പൊ ഇനി ഞാൻ സോഫ്റ്റ് ചീസ് ഇട്ടു. ഇനി നമുക്ക് ഐസിങ് പൗഡർ ഇടാം. ഷുഗർ മെല്ലെ. ഓക്കെ, ഒരു പൗഡർ ഞാൻ മാറ്റാം. നമുക്ക് ഇത് വെച്ച് മിക്സ് ചെയ്യണം. ഇത് വെച്ചിട്ട് മിക്സ് ചെയ്യാം. ഞാൻ മിക്സ് ചെയ്തരാം. ഗായ്സ് ഇനി നമ്മള് സോഫ്റ്റ് ചീസും ഐസിങ് ഷുഗറും വാനില എസൻസും ഇട്ടു. ഇതാണ് വാനില എസൻസ്. അതോടെ മിക്സ് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഡബിൾ ക്രീം ആഡ് ചെയ്യാൻ പോവാം. ഡബിൾ ക്രീം ഒന്ന് അടിച്ചെടുക്കുവാണേ. 400 gram. ഓക്കെ, പിന്നെ ഗായ്സ് നമ്മൾ ഡബിൾ ക്രീം നമ്മൾ എടുത്തിട്ട് മിക്സ് അപ്പ് ചെയ്ത് ഇനി നമ്മൾ ഇത് ബോത്ത് ചെയ്യാം. നന്നായിട്ട് ടേസ്റ്റ് ആണ് ഗായ്സ്. ഇനി 30 minutes ആയി, ഫ്രോസൺ ആയി. നമ്മുടെ സാധനം നമ്മൾ മിക്സിയിലിട്ട് ഇതും റെഡിയായി. ഇനി അത് കേക്കിൻ്റെ ട്രേയിലേക്ക് സെറ്റ് ചെയ്യണം. അതിന് ശേഷം നമ്മൾ ചോക്ലേറ്റ്സിൻ്റെ മേളിലിട്ട് നമ്മൾ സെറ്റ് ചെയ്തെടുക്കും. അതുകൊണ്ട് നമുക്ക് ഫ്രീസ് ചെയ്യണം. അപ്പൊ ഗായ്സ് ഇനി നമ്മൾ ഇത് ഫ്രീസറിൽ വെക്കുക. ഇത് നമ്മുടെ ഡിസൈൻസ്. അപ്പൊ ഇനി നമ്മൾ ഫ്രീസറിൽ വെക്കുക. അപ്പൊ ഇനി നമുക്ക് മുറിച്ചിട്ട് നമ്മൾ ക്രഞ്ചി ഡെലിഷ്യസ് ചീസ് കേക്ക് നമുക്ക് ഹാവ് ചെയ്യാം. താങ്ക് യു.